ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ചേമ്പിൻ തണ്ട് കറിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ ചിരണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തോലൊന്നും പെടാതെ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതെല്ലാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് നീളത്തിൽ അരിയാം. അതിന് ശേഷം കുറച്ചൊരു കനമുള്ള രീതിയിൽ തന്നെ ഇതേപോലെ ഇങ്ങോട്ട് അരിഞ്ഞ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുറി എന്ന് പറയുമ്പോൾ ഒരു ഇടത്തരം തേങ്ങയുടെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അതിലുള്ള ആ ജലാംശമൊക്കെ കുറച്ചൊന്ന് പോയതിന് ശേഷം നമുക്ക് അതിന് ഒരു 3 വെളുത്തുള്ളി നമുക്കിതിലേക്ക് ചേർക്കാം. അതിന് ശേഷം ഒരു 3 ചുവന്ന ഉള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ തേങ്ങ പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വറുത്ത് ആയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ വറക്കാൻ എടുക്കുമ്പോൾ ചിരകിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരേ ഒരു പോലെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു സമയം ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലെയിം നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നീട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതങ്ങോട്ട് അടിയിലുള്ളതൊക്കെ അങ്ങോട്ട് കരിഞ്ഞ് എല്ലാം ഒരേപോലെ ആയി കിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് അങ്ങോട്ട് വറുത്തെടുക്കണം. അപ്പോഴാണ് നല്ല ഒരു പെർഫെക്റ്റായ രീതിയിലും നല്ലൊരു ടേസ്റ്റിലും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ ചിരകുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചിരകി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെറുതായിട്ട് നമുക്ക് ചിരകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇത് വറുത്തെടുത്തപ്പോൾ തന്നെ എല്ലാം ഒരേ ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ല ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിത് ആയി കിട്ടേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി കൂടി നമുക്ക് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് വാടി ഇങ്ങോട്ട് ചുരുങ്ങിയൊക്കെ വരണം. അപ്പോൾ ആ ഒരു രീതിയിലാവുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ അങ്ങോട്ട് വാടി നന്നായിട്ട് ചുരുങ്ങി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഇളക്കിയിട്ട് നല്ലപോലെ അങ്ങോട്ട് നമ്മുടെ ചേമ്പിൻ്റെ തണ്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ചുരുങ്ങി നല്ലൊരു രീതിയിൽ കളറൊക്കെ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിലാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആയി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് പൊടികൾ ചേർക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി എടുക്കണം. അപ്പോൾ നമുക്കറിയാലോ, ഇതിലുള്ള ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് വരെ നമ്മളത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കഷ്ണങ്ങളുടെയൊക്കെ ഒരു മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുക കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഇനി നമ്മുടെ ഈ ഒരു കറി ഇവിടെ ഇരുന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ
നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യണേ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കണം. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ജാറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചൊരധികം വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ചൊരു ലൂസായ രീതിയിൽ വേണം നമുക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ കറി ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ തിളപ്പിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഞാനൊരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ട് അത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി പിഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ പുളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങോട്ട് പുളി ആവരുത്. കുറച്ചൊരു പുളി മാത്രമേ പാടുള്ളൂ. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പുളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളപ്പിച്ച് നല്ലൊരു രീതിയിൽ, അതായത് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പാകം ആവുന്നത് വരെ നമ്മൾ തിളപ്പിച്ച് എടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ആ കറി കിട്ടില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റും ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമുക്ക് കറി വരേണ്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിലുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിങ്ങനെ മുകളിലിങ്ങനെ തെളിഞ്ഞ് കാണാനായിട്ട് തുടങ്ങും. ആ ഒരു രീതിയിലാവുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറി ഇരിക്കേണ്ടത് കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകിയ രീതിയിലാണ് നമ്മുടെ ഈ ഒരു കറി ഇരിക്കേണ്ടത്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വറവിടണം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണ് കടുക് പൊട്ടിക്കാം. ഒരു 1/4 ടീസ്പൂണ് ഉലുവ കൂടി ചേർക്കാം. ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിയുടെയൊക്കെ ആ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ചൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു 2-3 വറ്റൽമുളക് കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറിവേപ്പിലയൊക്കെ ഒന്ന് ഫ്രൈ ആയ രീതിയിലേക്ക് ആവണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കണം. അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് നമുക്കിത് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വറവിൻ്റെ എല്ലാം നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ആകുന്നത് വരെ നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അധികം ഇതൊന്നും ഇല്ലാത്ത ഒരു ഇൻഗ്രീഡിയൻസോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല നമ്മുടെ ചേമ്പിൻ്റെ തണ്ടൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ്. അതൊക്കെ പണ്ടൊക്കെ എപ്പോഴും കഴിച്ചിരുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു കറി വളരെ ടേസ്റ്റിയാണെന്ന് മാത്രമല്ല, അത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയ്ക്ക് അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ഈ ഒരു കറി. അപ്പോൾ ഇറച്ചി മീനും ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ അടിപൊളി റെസിപ്പിയും കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു, ബൈ.